കോളിഫ്ലവർ ബജിയും ടൊമാറ്റോ സോസും കൂടിയാണ് കുക്കപ്പൻ കഴിക്കാൻ പോണത്. അപ്പൊ കുക്കപ്പൻ്റെ എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കുക്കപ്പൻ്റെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. കുക്കപ്പൻ്റെ കോളിഫ്ലവർ ബജി എടുത്തിട്ട് ടൊമാറ്റോ സോസിൽ മുക്കിയിട്ട് എങ്ങനെയുണ്ട് കുക്കപ്പ? ടേസ്റ്റ് ഉണ്ടാ? ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം ഞങ്ങള് ഇട്ടോ ഇതിലേക്ക് ഇട്ടാക്കിയാണ്. ഇനിയിപ്പോ ഒന്ന് റെഡിയായി ഇതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. ഇപ്പൊ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗേസ്, നിഹാര വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോളിഫ്ലവർ ബജി എങ്ങനെ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം. ആദ്യം തന്നെ കോളിഫ്ലവർ എടുത്തിട്ട് ചെറുതാക്കിയിട്ട് നമുക്ക് അത് കത്തിയും കൊണ്ട് റെഡിയാക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുക. ചെറുതാക്കിയ കോളിഫ്ലവർ നമ്മ അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് അത് വെള്ളം തിളയ്ക്കുമ്പോൾ നേരെ ആ കോളിഫ്ലവർ അതിലേക്ക് ഇടാം. അവ ഒരു 2 മിനിറ്റ് കോളിഫ്ലവർ അതിലേക്ക് തിളപ്പിച്ചിട്ട് നമുക്കത് മാറ്റി വെക്കണം കേട്ടോ. നമുക്കപ്പോൾ മാവ് റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടലപ്പൊടി എടുക്കണം, അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കണം. അരിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ. ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ കോളിഫ്ലവറിലേക്ക് നമ്മൾ ഇടുമ്പോൾ വെള്ളമായി പോകും, അപ്പോൾ അത് പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഒരുവിധം കട്ടിയിൽ വേണം നമ്മൾ ഈ പൊടികൾ റെഡിയാക്കാൻ. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചപ്പോൾ നമ്മൾ കോളിഫ്ലവർ അതിലേക്ക് ഇട്ടിടണം കേട്ടോ. ഇട്ടിട്ട് അപ്പം തന്നെ മാറ്റുമ്പോൾ അധികം നേരം ടൈമൊന്നും എടുക്കണ്ട, കൂടിപ്പോയി ജസ്റ്റ് 2 മിനിറ്റ്. അപ്പോൾ അതെ വെള്ളം ഒഴിച്ച് നമ്മൾ ചെറിയൊരു കയ്യിലും കൊണ്ട് സ്പൂണും കൊണ്ടാണ് നമ്മൾ റെഡിയാക്കി ഇങ്ങനെ എടുക്കണത്. അതുകൊണ്ട് ലാസ്റ്റ് കൈക്ക് റെഡിയാക്കി എടുത്താൽ മതി. കട്ടകളൊന്നും പാടിയിലിടാം. നന്നായിട്ടൊരു മാവ്, അതായത് ദോശമാവ് ഒക്കെ പോലെ റെഡിയാക്കൂല, അതേ കൂട്ടി തന്നെ ഇത് റെഡിയാക്കി വന്നോട്ടാ. അപ്പൊ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ടാണ് കളറ് അങ്ങനെ കിട്ടണ കേട്ടോ. അപ്പൊ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മ ചട്ടി അടുപ്പത്ത് വെക്കേണ്ട. അപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാട്ടോ. അത് എണ്ണ ഒഴിക്കണേക്കാൾ മുമ്പ് നമ്മ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് ആ മസാല ആ കോളിഫ്ലവറുമ അതിനെ ഒന്ന് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കണം കേട്ടോ. നന്നായിട്ട് യോജിപ്പിക്കുക. എല്ലായിടത്തും മസാല യോജിപ്പിക്കുക. ശരിക്കും ആ മസാല മാവേ അത് യോജിപ്പിക്കുക. എന്നിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇത് നേരെ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മ ബജി പൊരിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നേരത്തെ മിക്സ് ചെയ്താക്കണ ബജികൾ ഈ എണ്ണയിലേക്ക് നേരെ ഇതിലേക്ക് ആഡ് ചെയ്യാട്ടോ. എണ്ണ ചൂടാകണ്ട ഗൈസ്. അപ്പൊ നേരത്തെ റെഡിയാക്കിക്കണ കോളിഫ്ലവർ എണ്ണയിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്യാട്ടോ. അധികം ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പൊ നമ്മ കുറേശ്ശെയാണ് ആഡ് ചെയ്യണത്. ഫസ്റ്റ് ലെയർ നമ്മ ഇതിലേക്ക് ആഡ് ചെയ്തിടണട്ടോ. ഇത് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മ നേരെ തിരിച്ചിട്ട് കൊടുക്കട്ടോ. അപ്പൊ 2 സൈഡും നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടോട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേസ്. അപ്പൊ നമ്മ അടുത്തത് സൈഡിലേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അതാണ് തിരിച്ചിട്ടിട്ട് ഉള്ള ഒരു ഇതാണ് കാണുന്നത്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റേണ്ട. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മ കയ്യിലും കൊണ്ട് കോരിയെടുത്ത് ആ പ്ലേറ്റിലേക്ക് ഇടേണ്ട. അപ്പൊ ഫസ്റ്റ് ലെയർ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മ അത് ആ പ്ലേറ്റിലേക്ക് എടുത്ത്
വെക്കാണ്. അപ്പൊ കണ്ടില്ലേ, ഇതാണ് ഫസ്റ്റ് ലെയർ നമ്മ ഇട്ടാകുന്നത്. ഇനിയിപ്പോ നമ്മ സെക്കൻഡ് ലെയർ ഇടാൻ പോവേണ്ട. ബാക്കിയുള്ള സെക്കൻഡ് ലെയറും കൂടി നമ്മ ഇതിലേക്ക് ചട്ടിയിലേക്ക് ആഡ് ചെയ്യേണ്ട. എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ചേക്കണം ഗൈസ്. അപ്പൊ സെക്കൻഡ് ലെയർ ആഡ് ചെയ്തിട്ടോ. കോളിഫ്ലവർ ബജിയും ടൊമാറ്റോ സോസും കൂടിയാണ്ടാ കുക്കപ്പൻ കഴിക്കാൻ പോണത്. അപ്പൊ കുക്കപ്പൻ്റെ ഇര എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കുക്കപ്പൻ്റെ ഇര നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. കുക്കപ്പൻ്റെ കോളിഫ്ലവർ ബജി എടുത്തിട്ട് ടൊമാറ്റോ സോസിൽ മുക്കിയിട്ട് എങ്ങനെയുണ്ട് കുക്കപ്പ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ കുക്കപ്പ? ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ.